എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം. സാറായിക്ക് യാത്രാ മൊഴി. അബ്രഹാം സാറ ദമ്പതിമാരുടെ യാത്രയിൽ സാറ എന്ന പൂർവ മാതാവ് ഈ ലോകത്തിൽ നിന്നും യാത്രയായിരിക്കുകയാണ്. അതിൻ്റെ വൈകാരികമായ ചില നിമിഷങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിൽ. സാറായുടെ ആയുഷ്കാലം 127 സംവത്സരം. വേദപുസ്തകം സാധാരണ സ്ത്രീകളുടെ ആയുഷ്കാലം രേഖപ്പെടുത്തുന്ന ഒരു പതിവില്ല. അതിന് വിരുദ്ധമായിട്ടാണ് സാറായുടെ ആയുഷ്കാലം മാർക്ക് ചെയ്തിരിക്കുന്നത്. സാറായുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം. അബ്രഹാമിൻ്റെ പിതാവായ തേരഹിൻ്റെ മറ്റൊരു ഭാര്യയിലുണ്ടായിരുന്ന മകളാണ് സാറ എന്ന വാദമാണ് പ്രബലമായ വാദം. അതോടൊപ്പം തന്നെ കൊച്ചുമകൾ ഗ്രാൻഡ് ഡോട്ടർ ആണ് എന്നുള്ള വാദവും ഉണ്ട്. എന്നിരുന്നാലും വിളിച്ചു വേർതിരിക്കപ്പെട്ട തേരഹിൻ്റെ കുടുംബത്തിൽ കൊച്ചിലെ തൊട്ടേ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ് സാറ. പിന്നീട് അബ്രഹാമുമായിട്ടുള്ള വിവാഹം സാറായുടെ എത്രാമത്തെ വയസ്സിലായിരുന്നു എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു അഭിപ്രായം വേദപണ്ഡിതന്മാർക്കില്ല. ഏകദേശം 30-നും 40-നും വയസ്സിനിടയ്ക്കുള്ള ഒരു സമയമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ 40 കൂട്ടിയാൽ തന്നെ 127 ആകുമ്പോൾ 87 വർഷത്തോളം അബ്രാഹവുമായിട്ട്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിത പങ്കാളിയായിരുന്നു. ഹാഗാറിലൂടെ ഇസ്മായേൽ ജാതനായപ്പോൾ സാറായിക്ക് 76 വയസ്സായിരുന്നു. അതിനുശേഷം ഇസഹാക്ക് ജാതനായപ്പോൾ സാറായിക്ക് 90 വയസ്സും അബ്രഹാമിന് 100 വയസ്സും. ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം 10 വയസ്സായിരുന്നു. പിന്നീട് ഇസഹാക്കിന് 37 വയസ്സാകുമ്പോൾ സാറ ഈ ലോകത്തിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയാണ്. അബ്രഹാമിനപ്പോൾ 137 വയസ്സ്. അബ്രഹാം പിന്നീട് 175 വയസ്സ് വരെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഒക്കും. ഒരു മാട്രിയാർക്ക് എന്നൊക്കെ പറയാം, മാതാവിൻ്റെ ഒരു സ്ഥാനം. ചരിത്രത്തിൽ പലപ്പോഴും പുരുഷന്മാർ ചരിത്രം എഴുതുമ്പോൾ സ്ത്രീകളെ അങ്ങ് വിട്ടുകളയുന്ന ഒരു പതിവുണ്ട്. വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ യേശുവിൻ്റെ ജീനിയോളജിയൊക്കെ വരുമ്പോൾ 3-4 സ്ത്രീകൾ മാത്രമേ അതിനകത്ത് പേര് വരുന്നുള്ളൂ. ബാക്കി എല്ലാം ഇന്നാളെ ജനിപ്പിച്ചു, എല്ലാം പുരുഷ കേസരികളെന്നൊക്കെ വേറെ പറയാം. കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായി ചരിത്രത്തിൽ തൻ്റെ കായിക ബലം കൊണ്ടും അധ്വാനം കൊണ്ടും ഒരു പബ്ലിക് ലൈഫിലെ ഇൻഫ്ലുവൻസ് കൊണ്ടും പുരുഷനാണ് ചരിത്രത്തെ നിയന്ത്രിച്ചിരുന്നത്. സ്ത്രീകൾ നിർണായകമായ സ്ഥാനം പങ്കിട്ടുവെങ്കിലും പുരുഷൻ നയിച്ച ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീയുടെ കഥകൾ സാധാരണ വിസ്മരിക്കപ്പെടുകയാണ്. ഏതൊരു മാതാവിനെയും പോലെ സാറ എന്ന മാതാവിനും ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ആദം ഹവ്വ ദമ്പതികൾക്ക് ശേഷം നോഹയുടെ ഭാര്യയുടെ പേര് പറയുന്നില്ല. അങ്ങനെ ഈ ഭാര്യമാരുടെ പേരെല്ലായിടത്തും പോലും പറയുന്നില്ല. ലോത്തിൻ്റെ ഭാര്യയുടെ പേര് പറയുന്നില്ല. അങ്ങനെ ആദം ഹവ്വയ്ക്ക് ശേഷം വളരെ ശക്തമായ ഒരു ശക്തിയായ ഒരു മാതാവ് ആണ് സാറ എന്ന സ്ത്രീ. ദൈവം വിളിച്ചു സാറായി എന്ന പേര് മാറ്റി സാറ എന്ന് ദൈവം നേരിട്ട് പേര് മാറ്റിയ അപൂർവ ഒരു വ്യക്തിത്വം. ദ പ്രിൻസസ് എന്നാണ് സാറ എന്ന വാക്കിൻ്റെ അർത്ഥം. രാജ്യങ്ങളുടെ മാതാവ്, ദേശങ്ങളുടെ ജനതകളുടെ മാതാവ് എന്ന അർത്ഥവുമുണ്ട്. ജീവിതത്തിൽ ചില തെറ്റായ തീരുമാനങ്ങളൊക്കെ സാറ തീർച്ചയായിട്ടും എടുത്തിരുന്നു. പ്രത്യേകിച്ച് ഹാഗാറിൽ കൂടെ ഇസ്മായിലിനെ ജന്മം നൽകുവാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചത് സാറായാണ് എന്ന് യാതൊരു സംശയവുമില്ല. ഞാൻ പലപ്പോഴും ഈ ഒറിജിനൽ സിൻ ഏദനിൽ വെച്ച് ആദമിനെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് സർപ്പമാണ്, സർപ്പത്തിൻ്റെ കൂടെ ഹവ്വായുമാണ്. അങ്ങനെ സ്ത്രീകൾക്കെതിരെ ചില അലിഗേഷൻസ് ആൻഡ് അക്യൂസേഷൻസ് ഹാവ് ഓൾവേസ് ബീൻ there in history. അതുപോലെ പക്ഷേ ഈ സാറായെ അധികം പേര് കുറ്റം പറയുന്നില്ല. ശരിക്കും അങ്ങനെയൊന്നും കുറ്റം പറയേണ്ട ഒരു പോയിന്റാണ്.
സാറായുടെ ലൈഫിൻ്റെ ടോട്ടൽ ലൈഫിൻ്റെ ഒരു ഔട്ട്കം എടുക്കുമ്പോൾ ആള് ശ്രേഷ്ഠയായ ഒരു വനിതയായിരുന്നു, ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഈ സാറ എന്ന ഒരു മാതാവ് നമ്മൾ പച്ചയായ ഒരു ജീവിത വ്യാഖ്യാനം നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, സാറ അന്ന് ആ ഒരു ദിവസം മോറിയാമല ഇൻസിഡൻറ്റ് തൻ്റെ മകനെ യാഗമായി അർപ്പിക്കുവാൻ അബ്രഹാം കൊണ്ടുപോവുകയാണ്. മകന് 20 വയസ്സിനധികം പ്രായം ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. സാറായിക്ക് 100-110 വയസ്സ് കാണും. കേൾക്കുന്ന ഓരോ മാതാവും പിതാവും അബ്രഹാമിൻ്റെ വ്യാകുലത, നൊമ്പരം നാം ഈ കഴിഞ്ഞ അധ്യായങ്ങളിൽ കണ്ടതാണ്. എന്നാൽ ഒരു മാതാവ് നൊന്ത് പ്രസവിച്ച വളർത്തിയ ഒരു കുഞ്ഞിനെ യാഗത്തിനായി വിട്ടുകൊടുക്കുമ്പോൾ ആ മനസ്സ് ഉരുകിയത് ഒരു ചരിത്രകാരനും ഒരു ഇതിഹാസകാരനും പഴയ നിയമത്തിൽ പോലും ആ ഒരു നൊമ്പരം രേഖപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും സാറ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു മാതാവാണ്. സാറ മരിച്ചു കഴിയുമ്പോൾ വളരെ നാടകീയമായ സംഭവങ്ങളാണ് നടക്കുന്നത്. ഹെബ്രോണിൽ വെച്ചാണ് മരിച്ചത്, കനാൻ ദേശത്താണ്. അവിടെ വരുമ്പോൾ അബ്രഹാം വരികയാണ്. അബ്രഹാം വിലപിച്ച് കരയുവാനായി വരികയാണെന്നാണ് പറയുന്നത്. അവിടെ ഹിത്യരായിരുന്നു, ഹിറ്റൈറ്റ്സിൻ്റെ ലാൻഡായിരുന്നു. അബ്രഹാമിൻ്റെ മമ്രയുടെ തോപ്പിലായിരുന്നു സ്ഥാനം. അതിൻ്റെ അടുത്ത് ഒരു ശ്മശാന ഭൂമി എനിക്ക് വേണമെന്ന് ഹിത്യരോടെ അബ്രഹാം പറയുകയാണ്. അബ്രഹാം പറയുന്നത്, ഞാനൊരു പരദേശിയാണ്. അബ്രഹാം കൂടാരങ്ങൾ അടിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്, ഒരു കുടുംബമാണ്. ഞാൻ പരദേശിയാണ്. എന്നാൽ ഹിത്യർ പറയുന്നു, നീ ദൈവത്തിൻ്റെ പ്രഭുവാണ്. നിനക്ക് ഏറ്റവും വിശേഷമായ ഒരു കല്ലറ തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എടുക്കാൻ, ദ ചോയ്സസ്റ്റ് കേവ് യു ക്യാൻ ടേക്ക് ടു ബറി യുവർ വൈഫ്. അങ്ങനെ ഒരു ഓഫർ അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അബ്രഹാം എനിക്ക് തോന്നുന്നു നേരത്തെ നോക്കി വെച്ചതായിരിക്കും. സോഹറിൻ്റെ മകനായ എഫ്രോന്റെ നിലത്തിൻ്റെ അറുതിയിലുള്ള മക്പേല ഗുഹ കിട്ടിയാൽ നല്ലതാണ് എന്ന് പറയും. പിന്നെ നാടകീയമായ ചില നിമിഷങ്ങളാണ് അവിടെ നടക്കുന്നത്. എഫ്രോൻ വന്ന് പറയും, ഓ ഇതിൻ്റെ വിലയൊന്നും വേണ്ട, നമ്മൾ തമ്മിൽ അങ്ങനെ വിലയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അബ്രഹാം അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു, അതുകൊണ്ടാണ്. എന്നാൽ വിലയുടെ ആവശ്യമൊന്നുമില്ലെന്ന് പറയും. എന്നാൽ 400 ഷേക്കൽ സിൽവറിന് അബ്രഹാം ആ ഒരു കല്ലറ, ഒരു ഗുഹയാണ്, മക്പേലയുടെ ഗുഹ, സോഹറിൻ്റെ മകനായ എഫ്രോന്റെ കയ്യിൽ നിന്നും വാങ്ങി. അങ്ങനെ വാഗ്ദത്ത ദേശത്ത് അബ്രഹാം പിതാവിന് ആദ്യമായിട്ടൊരു ലീഗൽ ഡോക്യുമെന്റ്, ഒരു ലീഗൽ ഇടപാട് അവിടെ നടക്കുകയാണ്. ഇത് മമ്രയുടെ തോപ്പിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ശ്മശാന അവകാശമാണ്. കല്ലറകൾ എല്ലാ കാലത്തും വിലപ്പെട്ടതാണ്. ഇന്നത്തെ ഒരു വിലയുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ പല രീതിയിൽ അന്വേഷണം നടത്തിയപ്പോൾ ചിലരൊക്കെ പറയുന്നത്, ചില സോഴ്സസ് പറയുന്നത് ഇന്നത്തെ ഒരു 12 ലക്ഷം രൂപയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള തുകയാണ് അന്നത്തെ ഒരു ഷെക്കേൽ, 400 സിൽവർ ഷെക്കേൽ. ഇന്ന് ഇസ്രായേലിലുള്ള ഷെക്കേലുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വരത്തില്ല. കല്ലറകൾ എല്ലാ കാലത്തും വിലപ്പെട്ടതാണ്. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു അത്യാവശ്യം പ്രാധാന്യമുള്ള ഒരു ഇടവകയിലൊക്കെ ചെന്ന് ഒരു കല്ലറ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര രൂപ കൊടുക്കണം. ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ സ്വന്തമായിട്ടൊരു 6 അടി മണ്ണിന് ആവശ്യമുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഈ മരിച്ചവരെ അടക്കം ചെയ്യുന്ന ഈ ഭൂമിക്ക് ഇത്രയധികം വില എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് സഭകൾ തമ്മിലുള്ള തർക്കമൊക്കെ വരുമ്പോൾ കല്ലറകൾ പിടിച്ചടക്കുക, അടക്കം ചെയ്ത സ്ഥലങ്ങൾ പിടിച്ചടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇതൊരു പ്രാചീന 4000 വർഷങ്ങളായിട്ടും മനുഷ്യൻ കല്ലറകൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളൊക്കെ ഇന്നും തുടരുന്നു. കല്ലറകൾ കച്ചവടമാക്കുന്ന പ്രവണതകൾ ഇന്നും തുടരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം യേശുക്രിസ്തു പറഞ്ഞത്, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്നൊക്കെ യേശു പറയാനുള്ള ഒരു കാര്യം ഇതായിരിക്കും.
4000 വർഷങ്ങൾക്ക് മുമ്പ് 127 വയസ്സുള്ള ഒരു മാതാവ് ഈ ലോകം വിട്ട് യാത്രയായി. അബ്രഹാം പിതാവ് വന്ന് വിലപിക്കുവാൻ. പ്രിയമുള്ള പിതാക്കന്മാരെ, എന്നെ കേൾക്കുന്ന 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സൊക്കെ ഉള്ള പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സാറാമാർ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ മാനിക്കുക. പല പ്രശ്നങ്ങളുണ്ട്, പല ഉടക്കുകളുണ്ട്. പ്രത്യേകിച്ച് 60-കൾ 70-കൾ കഴിഞ്ഞ പുരുഷ കേസരികളാണ്. അവരൊരു ലെഗസിയുടെ ഭാഗമാണ്. ഇന്നത്തെ ന്യൂജൻ അങ്ങനെയൊന്നുമല്ല. ന്യൂജൻ എല്ലാം എടാപോടാ ബന്ധമാണ്. അവിടെ സാറാമാരല്ല ചായ ഇടുന്നത്, അബ്രഹാംമാരും ചായ ഇടും, എല്ലാ പണിയും ചെയ്യും. രണ്ടുപേരും പണി ചെയ്യത്തില്ലെങ്കിൽ രണ്ടുപേരും ഓർഡർ ചെയ്ത് വീട്ടിൽ ഇരുന്ന് കഴിക്കും. ഒരാളെ തന്നിട്ട് പണി ചെയ്യിപ്പിക്കുന്ന പരിപാടിയൊന്നും ന്യൂജൻ ഫാമിലീസിലോ ലിവ് ഇൻ റിലേഷൻഷിപ്പിലോ ഒന്നുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അബ്രഹാംമാരെ, സീനിയർ അബ്രഹാംമാരെ, നിങ്ങളുടെ സാറാമാരെ ഇനിയും കൂടുതൽ അങ്ങ് ഭരിക്കാൻ ചെല്ലരുത് എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം സാറാ പോകുമ്പോൾ അബ്രഹാം വിലപിക്കും. പറഞ്ഞു കേട്ടിട്ടുള്ളത്, ദീർഘമായ ദാമ്പത്യ ജീവിതങ്ങൾക്കൊക്കെ ശേഷം 40, 50, 60 വർഷമൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരിലും ഭാര്യ മരിച്ചുപോയി കഴിയുമ്പോൾ ഭർത്താവിന് അങ്ങോട്ട് മുന്നോട്ട് പോകുവാൻ ഒക്കത്തില്ലെന്നാണ് പറയുന്നത്. എന്നാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും കാരണം ഭാര്യ പിന്നീട് മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ ലോകത്തിൽ അവർക്ക് ഈസിയായിട്ട് അതുമായിട്ട് സിങ്ക് ചെയ്യാൻ നോക്കും. പക്ഷെ നമ്മുടെ പുരുഷ കേസരിമാർ, അബ്രഹാംമാർ, ഞാനിത് തെറ്റായ രീതിയിലൊന്നും ഇതിനെ എടുക്കല്ല, വളരെ സ്നേഹപൂർവ്വമാണ് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ അബ്രഹാമിന് വീണ്ടും അനേക വർഷങ്ങൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അബ്രഹാമിന് 137 വയസ്സേ ആയിട്ടുള്ളൂ. പിന്നീട് ഒരു 40 വർഷത്തോളം 175 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്. മകൻ്റെ കാര്യമോ, അമ്മ നഷ്ടപ്പെട്ടു പോയ മകനെന്ന് 37 വയസ്സാണ്. പിന്നീട് 3 വർഷമാണ് മകന് കാത്തിരിക്കേണ്ടി വന്നത്. മകന്റെ ജീവിതത്തിലേക്ക് റബേക്ക വരുമ്പോൾ സാറ അമ്മ നഷ്ടപ്പെട്ട ദുഃഖം, ഹി വാസ് കംഫർട്ടഡ് ഫോർ ദ ലോസ് ഓഫ് സാറ വെൻ റബേക്ക അറൈവ് ടു ഹിസ് ഹോം എന്നാണ്. അങ്ങനെ അമ്മ നഷ്ടപ്പെട്ട കുടുംബത്തിൽ പിന്നീട് പല വളരെ ദൂരവ്യാപകമായ, വളരെ ചരിത്രപരമായ, നിർണായകമായ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. ഇത് വിശ്വാസ തീർത്ഥയാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. വാഗ്ദത്ത ഭൂമിയിൽ ആദ്യമായി അബ്രഹാം പിതാവിന് സ്വന്തമായി ഒരു സ്ഥലം വാങ്ങിച്ചു. അതൊരു ശ്മശാന ഭൂമിയാണേ പോലും. മമ്രയുടെ തോപ്പിൽ അവൻ യാഗപീഠം പണിതു. ആരാധനയുടെ കേന്ദ്രമാണ്. വളരെ അടുത്ത് തന്നെ മക്പേലായിൽ ഇതാ ശ്മശാന ഭൂമി. ഈ ശ്മശാന ഭൂമി ഇന്ന് 2026 ജോർദാന്റെ വെസ്റ്റ് ബാങ്ക് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് പലസ്തീൻ ദേശത്താണെങ്കിൽ പോലും അത് ഇസ്രായേലിൻ്റെ സൈനിക നിയന്ത്രണത്തിന് കീഴിലാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിരിക്കുന്ന, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്രേവ് യാർഡാണ് ഈ സാറായെ അടക്കം ചെയ്ത ഗ്രേവ് യാർഡ്. ഇവിടെ പിന്നീട് അബ്രഹാമിനെ അതിനകത്ത് തന്നെയാണ് അടക്കം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇസാക്കിനെയും റിബേക്കയെയും അതിനകത്ത് തന്നെയാണ് അടക്കം ചെയ്യുന്നത്. പിന്നീട് യാക്കോബിനെയും ലിയായെയും അതിനകത്ത് അടക്കം ചെയ്യുന്നു. റേച്ചലിനെ വേറൊരു കല്ലറയിലാണ് റാഹേലിനെ അടക്കം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അമ്മ പോയി. പിന്നീട് വിശ്വാസ ചരിത്രത്തിലെ ഏറ്റവും ശക്തയായ മാതാവ് മദർ മേരിയാണ്. സാറ എന്ന മാതാവ് തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ വിട്ടുകൊടുത്തു. അമ്മ വിട്ടുകൊടുക്കാതെ ഒരു അബ്രഹാമിനും തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ ഒക്കത്തില്ല. പ്രത്യേകിച്ച് ആ ഹാഗാർ ഇൻസിഡൻ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാറ നിർബന്ധിച്ചാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അബ്രഹാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അബ്രഹാമിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാമായിരുന്നു, അത് വേറെ കാര്യം. വി കനോട്ട് ബ്ലെയിം സാറ എൻറ്റയർലി ഫോർ ദ ഹോൾ ഇൻസിഡൻറ്റ്. തൻ്റെ മകനെ വിട്ടുകൊടുത്തു. അതുപോലെ തന്നെയാണ് പിന്നീട് 2000 വർഷങ്ങൾക്ക് ശേഷം അമ്മ മറിയാം ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കാനായി വിട്ടുകൊടുക്കുന്നത് യേശുക്രിസ്തുവിനെ. എൻ്റെ ഹൃദയത്തിൽ കൂടിയും ഒരു വാൾ കടന്നു പോകും. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ തന്നെ ഭവിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ പെൺകുട്ടികളെ, യുവതികളെ, അമ്മമാരെ,
പലപ്പോഴും ഈ വിശ്വാസ തീർത്ഥയാത്രയിൽ ഒഫീഷ്യൽ ഹിസ്റ്ററി 4000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ഒരു ലോങ് ചെയിൻ്റെ 2026 കണ്ണികളാണ് നിങ്ങൾ. വാട്ട് ഈസ് യുവർ ഡ്യൂട്ടി? വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി? നിന്റെ ഭവനത്തിൽ ഒരു മാട്രിയാർക്കാണ്, ഒരു മാതാവായി ദൈവം നിന്നെ ആക്കിയിരിക്കുകയാണ്. ഇതെല്ലാം തച്ചുടച്ച് ഇതൊന്നും വേണ്ട, കുടുംബങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ലിവിൻ മതി, ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട, ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ആവില്ല, കുടുംബപരമായി ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് കരിയർ തന്നെയാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ യുവത ആവേശം കൊള്ളുമ്പോൾ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഞങ്ങളുടെ വല്യപ്പന്മാർക്കും വല്യമ്മച്ചിമാർക്കും ഇതൊന്നും അറിയത്തില്ലായിരുന്നു, അവർക്ക് പല കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു, ഞങ്ങളായതെല്ലാം കണ്ടുപിടിച്ചതെന്നൊക്കെ പറയുമ്പോൾ ബാക്കി ഞാൻ ഫില്ല് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഡെസ്റ്റൈൻഡ് റോൾ ഇൻ ഹിസ്റ്ററി, ഇൻ യുവർ ഫാമിലി ഹിസ്റ്ററി. സാറ എന്ന പേര് ഇന്നും 4000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ക്രിസ്ത്യൻ യുവതികൾക്ക്, പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്കുള്ള പേരാണ്. ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ, 50 വർഷങ്ങൾക്ക് മുമ്പേ ആണെങ്കിൽ സാറ ഒരു പെൺകുട്ടി വരുമ്പോൾ വിശ്വാസികളുടെ മാതാവെന്ന് വിളിക്കാവുന്ന സാറായുടെ പേര് കൊടുക്കുമ്പോൾ ഈ കുട്ടി വലുതായി ഒരു മാതാവാകും എന്നുള്ള പ്രതീക്ഷയിൽ സാറാമ്മേ എന്ന് വിളിക്കും, മറിയാമ്മേ എന്ന് വിളിക്കും, ഏലിയാമ്മേ എന്ന് വിളിക്കും. എലിസബത്തിന്റെ ഏലിയാമ്മ എന്നങ്ങാനും സാറാമ്മ എന്ന് പിള്ളേർക്ക് പേരിടണം. അവർ വലുതാകുമ്പം ഗസറ്റിൽ കൊടുത്ത് മാറ്റും. ഇനിയും സാറാമ്മമാർ ഉണ്ടാവട്ടെ നമ്മളുടെ വിശ്വാസ സമൂഹത്തിൽ. സാറ ഉണ്ടാവട്ടെ, സെയ്റ ഉണ്ടാവട്ടെ. ഇതിന് പല പല വ്യതിചലനങ്ങൾ ഉണ്ട്. ഇതൊരു വളരെ നിർണായകമായ ഒരു നിമിഷമാണ്. ചരിത്രത്തിൽ ദൈവം ആയുഷ്കാലം രേഖപ്പെടുത്തിയ ഒരു സ്ത്രീ, സാറ എന്ന മാതാവ് യാത്രയാവുന്നു. കണ്ണുകളടയ്ക്കാം. സാറ ജീവിതത്തിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. വിശ്വാസ തീർത്ഥയാത്രയിൽ വിശ്വാസികളുടെ പിതാവിനോടൊപ്പം ശക്തമായി നിന്ന് ആ മരുഭൂമിയിലെ ആ അലഞ്ഞു നടക്കുന്ന ടെന്റ് ലിവിങ്ങിൽ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് പോവുകയാണ്. തെരഹിൻ്റെ ഒപ്പം മെസപ്പൊട്ടോമിയയിൽ നിന്ന് വന്നു, പിന്നീട് ഹെബ്രോണി വരുന്നു, അവിടുന്ന് ഈജിപ്തിൽ പോന്നു. അങ്ങനെ എത്രയെത്ര കിലോമീറ്ററുകൾ ഒട്ടകപ്പുറത്തും ഒക്കെ കയറിപ്പോന്ന ഇത്രയോ കഠിനമായ പരദേശ യാത്രയിൽ ആ സ്ത്രീരത്നം കൂടുതൽ ശോഭിച്ചതേ ഉള്ളൂ. തെറ്റായ തീരുമാനങ്ങളെന്ന് പിന്നീട് ഗണിക്കുന്ന പല തീരുമാനങ്ങളും ഒക്കെ ആ സംഘർഷഭരിതമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എങ്കിലും വിശ്വാസ തീർത്ഥയാത്രയിൽ ഇസ്ഹാക്കിന് ജന്മം കൊടുത്ത പുണ്യാവതിയായ മാതാവായി മാറി. ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ ഒരു നല്ല ജീവിതം. സാറ ദ പ്രിൻസസ്, മദർ ഓഫ് നേഷൻസ്. അതുകൊണ്ടാണ് ഇന്നും വിശുദ്ധ വിവാഹ ശുശ്രൂഷയൊക്കെ നടക്കുമ്പോൾ പല സഭകളിലും പാടുന്നത്. ആ പാട്ട് പാടിയാണ് അനുഗ്രഹിക്കുന്നത്. പൂർവ്വപിതാക്കളെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാൽ ഇവരെ പാടി അവസാനിപ്പിക്കും. അബ്രാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ, കൃപ ചെയ്യണമേ നീ. ഓരോ കുടുംബം പുതിയതായിട്ട് വരുമ്പോഴും അബ്രഹാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാൽ ഇവരെ ആ ഒരു വിശ്വാസ പാരമ്പര്യത്തിൽ നമ്മളുടെ ചെറുപ്പക്കാർ, നമ്മളുടെ യുവതി യുവാക്കന്മാർ മാരിയേജ് എന്ന ഹോളി സാക്രമെന്റിലേക്ക് പ്രവേശിക്കുക. ഇതൊരു കോൺട്രാക്റ്റ് അല്ല, ദിസ് ഈസ് എ ലൈഫ് ടൈം സാക്രമെന്റ്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല. അബ്രഹാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേഷ്, സാറ, സാറാമ്മ, സെയ്റ, ദൈവം തിരഞ്ഞെടുത്തവൾ, ദൈവം ആയുഷ്കാലം രേഖപ്പെടുത്തിയ ഭാഗ്യവതി മാതാവ് സാറ. ആമേൻ.